Hello everyone, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് GFR പാർട്ട് 3 ആണ്. അപ്പോൾ GFRന്റെ ഫസ്റ്റ് പാർട്ടിൽ എന്താണ് ഗ്ലോമെറുലാർ ഫിൽട്രേഷൻ റേറ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തു. സെക്കൻഡ് പാർട്ടിൽ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് GFR നമ്മൾ നോക്കി. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് GFR ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നെറ്റ് ഫിൽട്രേഷൻ പ്രഷർ, അതേപോലെ തന്നെ ഫിൽട്രേഷൻ കോഎഫിഷ്യന്റ് ആയിരുന്നു. ഇതിൽ ഈ ഒരു ഫിൽട്രേഷൻ കോഎഫിഷ്യന്റ് നോർമൽ കണ്ടീഷൻസിൽ ചേഞ്ചസ് ഒന്നും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അതായത് ക്രോണിക് ആയിട്ടുള്ള പാത്തോളജിക്കൽ കണ്ടീഷൻസ്, ഡയബറ്റിസ്, ഹൈപ്പർ ടെൻഷൻ, ക്രോണിക് പൈലോനെഫ്രൈറ്റിസ് അല്ലെങ്കിൽ ക്രോണിക് ഗ്ലോമെറുലോനെഫ്രൈറ്റിസ്, ഇത്തരത്തിലുള്ള ക്രോണിക് പാത്തോളജിക്കൽ കണ്ടീഷൻസിൽ മാത്രമേ നമുക്ക് നമ്മുടെ ഒരു ഫിൽട്രേഷൻ കോഎഫിഷ്യന്റിൽ ചേഞ്ചസ് കാണാൻ സാധിക്കുന്നുള്ളൂ. ബട്ട് നമ്മുടെ നെറ്റ് ഫിൽട്രേഷൻ പ്രഷറിന്റെ കേസിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ നോർമൽ കണ്ടീഷൻസിൽ പോലും നെറ്റ് ഫിൽട്രേഷൻ പ്രഷറിന് നമുക്ക് ചേഞ്ചസ് കാണാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ നമ്മുടെ ബി പി കൂടി അല്ലെങ്കിൽ ബി പി കുറഞ്ഞു, ഇത്തരം കേസുകളിലൊക്കെ നമ്മുടെ ഒരു നെറ്റ് ഫിൽട്രേഷൻ പ്രഷറിന് ചേഞ്ചസ് വരാം. പക്ഷെ ഇത്തരത്തിലുള്ള ഫ്ലക്ച്വേഷൻസ് ഒന്നും തന്നെ സംഭവിക്കാതെ നോർമലായിട്ട് റെഗുലേറ്റ് ചെയ്ത് വരുന്നുണ്ട്. ഓട്ടോ റെഗുലേഷൻ ഓഫ് GFR അല്ലെങ്കിൽ ഗ്ലോമെറുലാർ ബാലൻസ് സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യും. അതിനു മുമ്പ് നമുക്ക് ഇവിടെ ഒരു ടേബിൾ ബിൽഡ് ചെയ്യാം. ഈ ഒരു ടേബിൾ എന്ന് പറയുന്നത് നിങ്ങളുടെ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസിനൊക്കെ തന്നെ യൂസ്ഫുൾ ആവാൻ ചാൻസ് ഉള്ള ഒരു ടേബിളാണ്. അപ്പോൾ ഇത് ബിൽഡ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് നമ്മുടെ ആ ഒരു ബേസിക് ഡയഗ്രാം വരയ്ക്കാം. ബേസിക് ഡയഗ്രാം എന്ന് പറയുമ്പോൾ അഫറന്റ് ആർട്ടീരിയോളാർ വഴി ബ്ലഡ് വരുന്നു, ഗ്ലോമെറുലാർ കാപ്പിലറി ടഫ്റ്റിൽ വെച്ചിട്ട് ഫിൽട്രേഷൻ നടക്കുന്നു, ഇഫറന്റ് ആർട്ടീരിയോളാർ വഴി പുറത്തു പോകുന്നു, ആൻഡ് നമ്മളിവിടെ ബൗമൻസ് ക്യാപ്സ്യൂൾ വരയ്ക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ബേസിക് ഡയഗ്രാം എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കുമ്പോൾ അഫറന്റ് ആർട്ടീരിയോളാർ കൺസ്ട്രിക്ഷൻ, അഫറന്റ് ആർട്ടറീസിന് എന്തെങ്കിലും തരത്തിലുള്ള കൺസ്ട്രക്ഷൻ സംഭവിക്കുക. അഫറന്റ് ആർട്ടീരിയോൾ കൺസ്ട്രിക്ടേഴ്സ് ആയിട്ട് നമ്മൾ പറയുന്നത് എപ്പിനെഫ്രിൻ അല്ലെങ്കിൽ നോർ എപ്പിനെഫ്രിൻ പോലുള്ള സബ്സ്റ്റൻസുകളാണ്. അപ്പോൾ ഈ ഒരു എപ്പിനെഫ്രിൻ അല്ലെങ്കിൽ നോർ എപ്പിനെഫ്രിൻ്റെ റിസെപ്റ്റേഴ്സ് ധാരാളം നമുക്ക് നമ്മുടെ അഫറന്റ് ആർട്ടീരിയോൾ സൈഡിൽ കാണുന്നുണ്ട്. അത് കൺസ്ട്രിക്ടേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. സോ ആ ഒരു ടൈമിൽ നമ്മുടെ റീനൽ പ്ലാസ്മ ഫ്ലോ കൺസ്ട്രക്ഷൻ സംഭവിക്കുമ്പോൾ പ്ലാസ്മ ഫ്ലോ, ബ്ലഡ് ഫ്ലോ കുറയും. ആൻഡ് അതുകൊണ്ട് തന്നെ GFRഉം കുറയും. റീനൽ പ്ലാസ്മ ഫ്ലോ കുറയും, GFR കുറയും. ഫിൽട്രേഷൻ ഫ്രാക്ഷൻ കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് GFR ബൈ റീനൽ പ്ലാസ്മ ഫ്ലോ ആണ്. സോ GFR കുറയാണ്, റീനൽ പ്ലാസ്മ ഫ്ലോ കുറയാണ്. ഇപ്പം രണ്ടും ഒരേ രീതിയിൽ കുറയുന്നത് കൊണ്ട് തന്നെ ഫിൽട്രേഷൻ ഫ്രാക്ഷന് നോ ചേഞ്ച്, നമുക്ക് മാറ്റം ഒന്നും കാണാൻ സാധിക്കുന്നില്ല. ഇനി അഫറന്റ് ആർട്ടീരിയോൾ ഡയലേഷൻ നോക്കുകയാണെങ്കിൽ ഡയലേഷന് വേണ്ട സബ്സ്റ്റൻസുകൾ നൈട്രിക് ഓക്സൈഡ്, പ്രോസ്റ്റഗ്ലാൻഡിൻസ് അല്ലെങ്കിൽ ബ്രാഡിക്കൈൻസ് പോലുള്ള സബ്സ്റ്റൻസുകൾ ഡയലേറ്റേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. സോ ഡയലേഷൻ സംഭവിക്കുമ്പം റീനൽ പ്ലാസ്മ ഫ്ലോ കൂടുകയാണ്. റീനൽ പ്ലാസ്മ ഫ്ലോ കൂടും, GFRഉം കൂടും. റീനൽ പ്ലാസ്മ ഫ്ലോ കൂടും, GFR കൂടും. ഫിൽട്രേഷൻ ഫ്രാക്ഷൻ അതുകൊണ്ട് തന്നെ ഇവിടെയും നോ ചേഞ്ച് ആണ്. ഒരേപോലെ തന്നെ GFRനും റീനൽ പ്ലാസ്മ ഫ്ലോയ്ക്കും ഇൻക്രീസ് സംഭവിക്കുകയാണ്. ഇനി നമ്മൾ ഇഫറന്റ് ആർട്ടീരിയോളാർ സൈഡിലേക്ക് വരികയാണെങ്കിൽ ഇഫറന്റ് ആർട്ടീരിയോളാർ സൈഡിൽ കൺസ്ട്രിക്ടർ നമുക്ക് ധാരാളം ആൻജിയോടെൻസിൻ 2 റിസെപ്റ്റേഴ്സ് കാണാൻ സാധിക്കും. സോ ആൻജിയോടെൻസിൻ 2 എന്ന് പറയുന്നത് ഇഫറന്റ് ആർട്ടീരിയോളാർ കൺസ്ട്രിക്ടർ ആണ്. അപ്പം ഇഫറന്റ് ആർട്ടീരിയോളാർ കൺസ്ട്രിക്ഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ റീനൽ പ്ലാസ്മ ഫ്ലോ കുറയും. റീനൽ പ്ലാസ്മ ഫ്ലോ കുറയും. സോ ഇവിടെ എന്താണ്, നമ്മുടെ കാപ്പിലറീസിൽ പ്രഷർ കൂടുകയാണ്. അതുകൊണ്ട് തന്നെ ഗ്ലോമെറുലാർ ഫിൽട്രേഷൻ റേറ്റ് ഇൻക്രീസ് ചെയ്യും. ഈ ഒരു ഗ്ലോമെറുലാർ ഫിൽട്രേഷൻ റേറ്റിൽ വരുന്ന ഇൻക്രീസ്, ഇനി നമ്മുടെ ഫിൽട്രേഷൻ ഫ്രാക്ഷൻ എന്താണ് സംഭവിക്കുക? ഗ്ലോമെറുലാർ ഫിൽട്രേഷൻ റേറ്റ് ഇൻക്രീസ് ചെയ്യാണ്, റീനൽ പ്ലാസ്മ ഫ്ലോ കുറയാണ്. അതുകൊണ്ട് തന്നെ ഫിൽട്രേഷൻ ഫ്രാക്ഷൻ ഇൻക്രീസ് ചെയ്യും. ഫിൽട്രേഷൻ ഫ്രാക്ഷനിൽ നമുക്കൊരു ഇൻക്രീസ് കാണാൻ സാധിക്കും. ഇനി ഇഫറന്റ് ആർട്ടീരിയൽ കൺസ്ട്രക്ഷൻ സിവിയർ കൺസ്ട്രക്ഷൻ ആണ് നടക്കുന്നതെങ്കിൽ, സിവിയർ കൺസ്ട്രക്ഷൻ നടക്കുമ്പോൾ ആദ്യം നമ്മുടെ ഇഫറന്റ് ആർട്ടീരിയൽ സൈഡിൽ സിവിയർ കൺസ്ട്രക്ഷൻ നടന്നു. സോ ഇവിടെ പ്രഷർ കൂടുകയാണ്, ധാരാളം ഫിൽട്രേറ്റ് നമ്മുടെ ബൗമൻ സ്പേസിലേക്ക് വന്നു. വീണ്ടും കൺസ്ട്രക്ഷൻ സംഭവിക്കുകയാണെങ്കിൽ ഫിൽട്രേറ്റ് ഓൾറെഡി നമുക്ക് ഇവിടെ എന്താണ്, റീനൽ പ്ലാസ്മ ഫ്ലോ കുറവാണ്. സോ ആ ഒരു വരുന്ന എമൗണ്ടിൽ ധാരാളം ഫിൽട്രേറ്റ് ഓൾറെഡി ഫോം ചെയ്തു. സോ ഇനി ഇവിടെ ബാലൻസ് വരുന്ന ധാരാളം പ്ലാസ്മ പ്രോട്ടീൻസ് ആണ്. ഈ ഒരു പ്ലാസ്മ പ്രോട്ടീൻസ് അവിടെയുള്ള കൊളോയിഡ് ഓസ്മോട്ടിക് പ്രഷർ ഇൻക്രീസ് ചെയ്യും. അപ്പോൾ പ്ലാസ്മ കൊളോയിഡ് ഓസ്മോട്ടിക് പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അവിടെ ഫ്ലൂയിഡിനെ പിടിച്ചു നിർത്താനാണ് നോക്കുക. സോ ഫിൽട്രേറ്റ് എന്താണ്, കുറയും. അപ്പോൾ ഇവിടെ റീനൽ പ്ലാസ്മ ഫ്ലോ കുറയും, ഫിൽട്രേറ്റും കുറയും. സോ നമ്മൾ ഫിൽട്രേഷൻ ഫ്രാക്ഷൻ നോക്കുമ്പം ഇവിടെ നോ ചേഞ്ച് ആണ് സംഭവിക്കുന്നത്. ഇനി നമ്മൾ അടുത്തത് ഇൻക്രീസ്ഡ് ടോട്ടൽ പ്ലാസ്മ പ്രോട്ടീൻസ്. അപ്പം ഹൈപ്പർ പ്രോട്ടീനീമിയ, നമ്മുടെ ബ്ലഡിലുള്ള പ്രോട്ടീൻസിൻ്റെ അളവ് കൂടുകയാണ്. അപ്പം ഇവിടെ നമ്മൾ നോക്കുമ്പം റീനൽ പ്ലാസ്മ ഫ്ലോയിൽ നമുക്ക് ചേഞ്ചസ് ഒന്നും കാണാൻ സാധിക്കില്ല. എത്രത്തോളം ബ്ലഡ് വരുന്നു അത്രത്തോളം തന്നെ വരും. ഇപ്പം റീനൽ പ്ലാസ്മ ഫ്ലോയിൽ ചേഞ്ചസ് ഇല്ല. ഗ്ലോമെറുലാർ ഫിൽട്രേഷൻ റേറ്റ് നോക്കുകയാണെങ്കിൽ
പ്ലാസ്മ കൊളോയിഡ് ഓങ്കോട്ടിക് പ്രഷർ, അതായത് പ്ലാസ്മ പ്രോട്ടീൻസ് എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ എന്ന് പറയുന്നത് ഒരു ഒപ്പോസിംഗ് ഫോഴ്സ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്, ഫിൽട്രേഷനെ ഒപ്പോസ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഗ്ലോമുലാർ ഫിൽട്രേഷൻ റേറ്റ് ഡിക്രീസ് ചെയ്യും. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഗ്ലോമുലാർ ഫിൽട്രേഷൻ റേറ്റ് ഡിക്രീസ് ചെയ്യാണ്, റീനൽ പ്ലാസ്മ ഫ്ലോയിൽ നോ ചേഞ്ച് ആണ്. സോ എന്ത് സംഭവിക്കും? ടോട്ടൽ പ്ലാസ്മ പ്രോട്ടീൻസിൽ ഒരു ഇൻക്രീസ് സംഭവിച്ചു കഴിഞ്ഞാൽ ഫിൽട്രേഷൻ ഫ്രാക്ഷൻ ഡിക്രീസ് ചെയ്യും. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ ഡിക്രീസ് ഇൻ ടോട്ടൽ പ്ലാസ്മ പ്രോട്ടീൻസ്. പ്ലാസ്മ പ്രോട്ടീൻസിൽ ഒരു കുറവ് സംഭവിക്കുകയാണ്. ഒന്നുകിൽ ലിവർ സിറോസിസ് കാരണമാകാം, പ്രോട്ടീൻ ലോസിങ് ഗ്യാസ്ട്രോപ്പതീസ് ആവാം, പ്രോട്ടീൻ ലോസിങ് നെഫ്രോപ്പതീസ് ആകാം, അല്ലെങ്കിൽ പ്രോട്ടീൻ എനർജി മാൽന്യൂട്രീഷൻ. ഇതൊക്കെ കൊണ്ട് തന്നെ നമുക്ക് പ്രോട്ടീൻസിൽ ഒരു കുറവ് കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ റീനൽ പ്ലാസ്മ ഫ്ലോയിൽ ചേഞ്ചസ് ഒന്നും കാണാൻ സാധിക്കില്ല. GFRന്റെ കേസിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞു പ്ലാസ്മ കൊളോയിഡ് ഓങ്കോട്ടിക് പ്രഷർ എന്ന് പറയുന്നത് ഒപ്പോസിംഗ് ഫോഴ്സ് ആണ്. അപ്പോൾ ഇവിടെ ഒപ്പോസിഷൻ കുറയാണ്. സോ GFR ഇൻക്രീസ് ചെയ്യും. അപ്പോൾ GFR ഇൻക്രീസ് ചെയ്തു ആൻഡ് റീനൽ പ്ലാസ്മ ഫ്ലോയിൽ നോ ചേഞ്ച് ആണെങ്കിൽ ഫിൽട്രേഷൻ ഫ്രാക്ഷൻ ഇൻക്രീസ് ചെയ്യും. ഇനി ലാസ്റ്റ് കണ്ടീഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ യുറേറ്ററിക് കൺസ്ട്രിക്ഷൻ. അപ്പോൾ യുറേറ്ററിന് എന്തെങ്കിലും തരത്തിലുള്ള കൺസ്ട്രിക്ഷനിൽ ഒബ്സ്ട്രക്ഷൻ സംഭവിക്കുകയാണ്. നമ്മൾ നോക്കുകയാണെങ്കിൽ സ്റ്റോൺ, അപ്പം സ്റ്റോൺ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു ഒബ്സ്ട്രക്ഷൻ സംഭവിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ബാക്ക് പ്രഷർ അത് ക്രിയേറ്റ് ചെയ്യും. ബാക്ക് പ്രഷർ ക്രിയേറ്റ് ചെയ്യുമ്പം നമ്മുടെ ബൗമൻ സ്പേസിലുള്ള ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ ഇൻക്രീസ് ചെയ്യും. ബൗമൻ സ്പേസിലുള്ള ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ എന്ന് പറയുന്നത് ഒരു ഒപ്പോസിംഗ് ഫോഴ്സ് ആണ്. അപ്പോൾ ഇവിടെ എന്താണ്? റീനൽ പ്ലാസ്മ ഫ്ലോക്ക് നോ ചേഞ്ച് ആണ്. അപ്പോൾ ഒരു ഒപ്പോസിംഗ് ഫോഴ്സ് ഇവിടെ കൂടുകയാണ്. സോ GFR കുറയും ആൻഡ് അതുകൊണ്ട് തന്നെ ഫിൽട്രേഷൻ ഫ്രാക്ഷനും കുറയും.